2024 പുതുവർഷ ഫലമാണ് മൂലം നക്ഷത്രം. ഇവർക്ക് വളരെ നല്ല സമയമായാണ് കാണുന്നത്. ആരോഗ്യ ഗുണം ഇവർക്കുണ്ടാകും. ആരോഗ്യപരമായിട്ട് ഇവർക്ക് ഗുണമുണ്ടാകും. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. സന്താനങ്ങൾ മുഖാന്തരം ഇവർക്ക് ഗുണങ്ങളുണ്ടാകും. അതായത് സന്താന ഗുണങ്ങളുണ്ടാകും. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും. ഇവരാഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ സാധിക്കും. സ്ത്രീകൾക്ക് നേട്ടങ്ങൾ, കർമ്മരംഗത്ത് പുരോഗതി എന്നിവയുണ്ടാകും. സ്ത്രീകളെ സംബന്ധിച്ച് നേട്ടങ്ങളുണ്ടാകും, കർമ്മരംഗത്ത് പുരോഗതിയും ഉണ്ടാകും. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഈ മൂലനക്ഷത്രം. 2024 മെയ് 1 വരെ മൂലം നക്ഷത്രക്കാർക്ക് വേഴം 5-ലും അതിനുശേഷം വേഴം 6-ലും വരുന്ന സമയമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2024 മെയ് 1 വരെ വേഴം 5-ലും അതിനുശേഷം വേഴം 6-ലും വരുന്ന സമയമാണ്. 5-ലെ വേഴം ഗുണവും 6-ല് വേഴം ദോഷവും ഉണ്ടാക്കും. 5-ലെ വേഴം ഗുണവും തരും, 6-ല് വേഴം ദോഷം തരും. അതോടൊപ്പം ശനി 3-ൽ വരുന്ന സമയം കൂടിയാണ്. 3-ലെ ശനി ദോഷം തരില്ല, ഗുണമുണ്ടാക്കും. ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രക്കാർക്ക് കുംഭക്കൂറിൽ നിൽക്കുന്ന ശനി 3-ാം ഭാവത്തിലാണ്. അപ്പം 3-ലെ ശനി ഗുണം തരും. അതോടൊപ്പം ശനി 3-ൽ വരുന്ന സമയം നല്ലതാണ്. 3-ലെ ശനി ദോഷം തരില്ല. മറ്റ് ഗോചരവശാൽ മറ്റ് നക്ഷത്രങ്ങൾ, മറ്റ് ഗ്രഹങ്ങളുടെ നക്ഷത്രവശാലുള്ള കാര്യങ്ങളും കൂടി ചിന്തിക്കുമ്പോൾ 2024 മൂലം നക്ഷത്രക്കാരുടെ പൊതുഫലം പറയുമ്പോൾ ഈ നക്ഷത്രക്കാർ ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് വെട്ടാക്കാം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണമാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് നല്ല ഗുണമാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും പൊതുപ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചും നല്ല നേട്ടങ്ങൾ ഉണ്ടാകാം. ഇവർക്ക് കാര്യങ്ങൾ നല്ല പോലെ ആലോചിച്ച് ചെയ്യണമെന്ന് മാത്രം. ശത്രുദോഷങ്ങൾ ഉണ്ടാകാനിടയുണ്ട്, പ്രത്യേകിച്ച് പൊതുരംഗത്തുള്ളവർക്ക്. ഉദ്യോഗ കയറ്റത്തിന് താമസം വരാം. ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. എന്നാൽ ഇവർ നല്ല പോലെ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. അയൽക്കാരുമായി വാക്കുതർക്കമുണ്ടാകാം. ബന്ധുക്കളിൽ ചിലർ വിരോധികളായി മാറും. നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവർ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് വിരോധികളായിട്ട് മാറാനായിട്ടുള്ള അവസരം വരും 2024. ജോലിയിൽ പ്രയാസങ്ങളും ഉണ്ടാകും. ജോലി സംബന്ധമായി ചില പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ കൃഷിയിൽ ലാഭമുണ്ടാകും. കൃഷി സംബന്ധമായി ഇവർക്ക് ലാഭമുണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് വളരെ നല്ല സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. നേട്ടങ്ങൾ, ബഹുമതി, ഉന്നതി, ഇതെല്ലാം സമ്മാനങ്ങൾ, ഇതെല്ലാം കലാരംഗത്തുള്ളവർക്ക് കിട്ടാവുന്ന വർഷമാണ്. അതുകൂടാതെ ഈ മൂലം നക്ഷത്രക്കാരുടെ വീടുകളിൽ മംഗളകാര്യങ്ങൾ നടക്കാനിടയുണ്ട്. മംഗളകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള മംഗളകാര്യങ്ങളുണ്ടല്ലോ. അതിലൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, മംഗളകാര്യങ്ങൾ വീട്ടിൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മംഗളകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ഗ്രഹപ്രവേശന സംബന്ധമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ മറ്റ് കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ വരുന്ന മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കർമ്മരംഗം പുഷ്ടിപ്പെടും. അതായത് കർമ്മരംഗം, ഇവരുടെ പ്രവൃത്തി രംഗം പുഷ്ടിപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ കണ്ടെത്തും. പുതിയതായി തൊഴിൽ കണ്ടെത്തും. കടം കൊടുത്തു തീർക്കും. കടം വാങ്ങിയവരുടെ കാശൊക്കെ കൊടുത്തു തീർക്കും. അതിനുള്ള അവസരം ഉണ്ടാവും. സ്വന്തം ബിസിനസ് വിപുലീകരിക്കും. സ്വന്തമായി കച്ചവടമോ ബിസിനസ്സോ ചെയ്യുന്നവർക്ക് അത് വിപുലീകരിക്കാനുള്ള അവസരം കിട്ടും. സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് ഗുണമുള്ള കാലമാണ്. അതായത് നാൽക്കാലി സംബന്ധമായ ജോലിയൊന്നും, അത് പശുക്കച്ചവടോ അല്ലെങ്കിൽ പശുക്കറവേ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റ് നാൽക്കാലികളുമായിട്ടുള്ള ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഗുണം കിട്ടാവുന്ന ഒരു കാലമാണ് ഈ 2024 പുതുവർഷഫലം മൂലം നക്ഷത്രക്കാർ.